പ്രൊപ്പഗണ്ട സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമ്മുടെ ഇന്ത്യയിൽ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. നിരവധി സിനിമകൾ, ആ ചരിത്രപരമായി യാതൊരു ബന്ധവുമില്ലാത്ത സിനിമകൾ, പച്ചക്കള്ളം പറയുന്ന സിനിമകൾ, എന്നിട്ട് പോലും ഒരു തടസ്സവും ഈ സെൻസർ ബോർഡ് ഉണ്ടാക്കിയിരുന്നില്ല. അതിനർത്ഥം ഈ റൈറ്റ് വിങ്ങിന് താല്പര്യമുള്ള സിനിമകൾക്ക് യാതൊരു മടിയില്ലാതെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്ന ബോർഡ് ഒരു കാരണവുമില്ലാതെ കേരളത്തിൽ വിവാദം കത്തിച്ചുണ്ടാക്കാൻ വേണ്ടി മാത്രം നൽകിയതാണ്. ഇപ്പോൾ സിനിമാ പ്രവർത്തകർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്നൊരു പേരിൻ്റെ പേരിൽ നമ്മൾ ഇവർ ഉടക്കുണ്ടാക്കിയാൽ നാളെ സിനിമ പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലിബർട്ടി ബഷീർ സാറിനെ പോലെ എത്രയോ വർഷത്തെ പഴക്കമുള്ള ആൾ, അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരു 19 വർഷമായി സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് എൻ്റെ അനുഭവത്തിൽ ഇന്നേ വരെ പേര് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പേര് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. 2005 ജാനകി എന്ന പേര് മാറ്റണം. സിനിമയുടെ പേര് മാത്രമല്ല, കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം. നമ്മൾ പ്രധാനപ്പെട്ടത് സിനിമയുടെ പേര് മാറ്റാനല്ല സെൻസർ ബോർഡ് നിർദ്ദേശിക്കുന്നത്. സിനിമയിലെ മുഖ്യ കഥാപാത്രമായ ജാനകി എന്ന പെൺകുട്ടി അസാൾട്ടിന് വിധേയമാകുകയാണ്. അവർ സർവൈവറാണ്, അവർ പോരാടി ജയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ സിനിമക്കാർ പറയുന്ന 90 സ്ഥലത്ത് ജാനകി എന്ന പേരുണ്ട്. അപ്പോൾ ഈ ജാനകി എന്ന പേര് ഓരോ സ്ഥലത്തും എഡിറ്റ് ചെയ്ത് മാറ്റിയ പ്രായോഗികമല്ല. ആ സിനിമയുടെ എഡിറ്റിങ്ങിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും.